ഹലോ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 9-10 മാസമായിട്ട് എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് അല്ലെങ്കിൽ കമൻസിനൊക്കെ റിപ്ലൈ ചെയ്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണ് കേട്ടോ ഈ ഒരു വ്ളോഗ്. ഇനി വർക്ക് ചെയ്യുന്നില്ലേ, വേറെ വർക്ക് ഏതാണ്, പുതിയ വർക്ക് ഏതാണ്, കല്യാണം കഴിഞ്ഞതോടെ ആക്ടിങ് നിർത്തിയോ, സിനിമയിൽ കയറിയോ, സീരിയൽ ഇനി ചെയ്യില്ലേ, ഇതേപോലെ ഒരുപാട് ഡൗട്ട്സ് ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. സോ എല്ലാ ഡൗട്ടിനുമുള്ള ഒരു മറുപടിയാണ് കേട്ടോ ഈ വീഡിയോ. 8-9 മാസത്തിന് ശേഷം, അല്ലെങ്കിൽ കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള നീയും ഞാനും ടെലികാസ്റ്റിംഗ് കഴിഞ്ഞ ആ ഒരു ടൈം തൊട്ട് ഞാൻ പിന്നെ വർക്ക് ചെയ്തിട്ടേ ഇല്ല. അതിനുശേഷം ഞാൻ കമ്മിറ്റ് ചെയ്ത ഫസ്റ്റ് വർക്കാണ്. അപ്പോൾ അതിന് എൻ്റെ ഫസ്റ്റ് ഡേ ഞാൻ ഷൂട്ടിന് പോകുന്നതിന് മുന്നേ ഞാൻ ഷൂട്ട് ചെയ്ത കുറച്ച് വീഡിയോസ് ആണ് കേട്ടോ ഇത്. പ്രത്യേകിച്ച് അങ്ങനെ കൊണ്ടുപോകാനായിട്ട് കോസ്റ്റ്യൂം അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് ഫാൻ, അങ്ങനത്തെ എൻ്റെ ചെരുപ്പ്, അങ്ങനെ കുറച്ച് 2-3 സാധനങ്ങൾ മാത്രം ഞാൻ ബാഗിലെടുത്ത് വെച്ചിട്ട് ബാഗ് ഇതുകൊണ്ട് ബാക്കിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ വെളുപ്പിനെ ഞാൻ ഷൂട്ടിൻ്റെ ആവശ്യത്തിനായിട്ട് അങ്ങനെ എണീക്കുന്നത്. ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഒരു സന്തോഷമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പല വർക്കും വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ക്യാരക്ടർ ചെയ്യണമെന്നൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഒബ്വിയസ്ലി നമ്മൾ ജോലി ഇല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. ലൈക്ക് പൈസ ഇല്ല, വിലയില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പം ഞാനും ആ ഒരു ഫേസിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ. പ്രത്യേകിച്ച് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് വളരെ സിമ്പിളായിട്ടൊരു കല്യാണം കഴിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ബുള്ളിങ്ങും ഹരാസ്മെൻറ്റും ഒക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടോ ഞാൻ ഗിവ് അപ്പ് ചെയ്തില്ല. അതായത് എനിക്ക് ആ ടൈമിൽ വന്ന വർക്ക് ശരി എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തില്ല. അതിന് ഐ താങ്ക് മൈസെൽഫ് കേട്ടോ. അങ്ങനെ ഞാനും വിഷ്ണുവും ഇറങ്ങിയിരിക്കുകയാണ് വീട്ടിൽ. അപ്പോൾ സീരിയൽ മെയിനായിട്ട് ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന ട്രിവാൻഡ്രത്താണ്. എന്ന് വെച്ച് വേറെ സ്ഥലങ്ങളിൽ നടക്കില്ല എന്നല്ല, എറണാകുളത്ത് വെച്ചിട്ടൊക്കെ നടക്കുന്ന സീരിയൽസ് ഉണ്ട്, പക്ഷേ റെയറാണ്. കൂടുതലും ട്രിവാൻഡ്രത്താണ് കേട്ടോ. പിന്നെ മൂവി ഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് എറണാകുളം, തൃശ്ശൂർ ആ സ്ഥലങ്ങൾ ബേസ് ചെയ്തിട്ട്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 6:30 ആ ഒരു ടൈമിന് മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ സൺറൈസൊക്കെ നമ്മൾക്കിങ്ങനെ പോകുന്ന വഴിക്ക് കാണാൻ പറ്റി. അങ്ങനെ കാറിൽ കുറേ നേരം അങ്ങനെ ഇരുന്നു. ഞാൻ കയ്യിൽ ജസ്റ്റ് ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ പൊളിച്ച് അങ്ങനെ കഴിച്ചു. ബിക്കോസ് ലൊക്കേഷനിൽ പോയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല എന്ന് എനിക്കറിയാം, കാരണം ഞാനങ്ങനെ കഴിക്കില്ല. അപ്പോൾ അതൊക്കെ പൊളിച്ച് ഞാനും വിഷ്ണുവും കൂടി കഴിച്ചു. 8 മണിക്കായിരുന്നു ലൊക്കേഷനിൽ എത്താനായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 7 സംതിങ് ആയപ്പോൾ തന്നെ ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ലുലുവിൻ്റെ അടുത്താണ് കേട്ടോ ലൊക്കേഷൻ എന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഫാലിമേലില്ലേ ഈ ഒരു സോങ് ഇപ്പോൾ ഭയങ്കരമായിട്ട് എനിക്കും വിഷ്ണുവിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മളതിങ്ങനെ കേട്ട് അങ്ങനെ വൈബൊക്കെ ചെയ്ത്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് വഴി തെറ്റിട്ടോ, കാരണം ലൊക്കേഷൻ അയച്ചു തന്നിട്ടില്ലായിരുന്നു. നമ്മൾ നേരെ ചെന്നത് കരിക്കകം അമ്പലത്തിൻ്റെ അവിടെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ, അതായത് ചെറുതിലെ ഞാനും അമ്മയും കൂടിയിട്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ ആയി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. എന്തോ അറിയില്ല, നമ്മൾ കറക്റ്റ് വഴി തെറ്റി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് പോയി നിന്നത്. അതിനുശേഷം രണ്ടാമത് നമ്മളിതേ ഇതാണ് കേട്ടോ നമ്മളുടെ ലൊക്കേഷൻ. ഇതിനകത്തേക്കാണ്, ആ വീടാണ് ലൊക്കേഷൻ. എനിക്ക് വരുന്ന വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും എന്തൊരു വൃത്തികെട്ട ആംഗിളിലൊക്കെ എടുത്തേക്കുന്നെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിൽ അറിയാണ്ട് വീഡിയോ റെക്കോർഡ് ഓപ്ഷൻ ഓൺ ആയിപ്പോയി. എന്നിട്ട് ഞാനിങ്ങനെ ബാഗും തൂക്കിയിട്ട് വീട്ടിനകത്തേക്ക് കയറുകയാണ്. പക്ഷെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് രസമായിട്ട് തോന്നുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. നമ്മൾ വന്ന സമയത്ത് അധികം ടെക്നീഷ്യൻസ് അങ്ങനെയൊന്നും വന്നിട്ടില്ലായിരുന്നു. എനിക്കൊന്ന് ആർട്ടിലെ കുറച്ച് പേര് അങ്ങനെ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ നേരെ എവിടെ എന്താ ഒന്നും അറിയില്ല, നേരെ ഇങ്ങനെ അകത്തേക്ക് കയറി അവിടെ ഒരു റൂം കണ്ടു. അപ്പോൾ ആ റൂമിലേക്ക് കയറിയിരുന്നു. മറ്റേ ആർട്ടിസ്റ്റ് അങ്ങനെ ആരും വന്നിട്ടില്ലായിരുന്നു, ഞാനായിരുന്നു ആദ്യമായിട്ട് വന്നത് കേട്ടോ. വിഷ്ണു മുന്നും എന്നെ ഞാൻ്റെ സെറ്റിലൊക്കെ കൊണ്ടുവിട്ടിട്ട് അതേപോലെ പിക്ക് ചെയ്യാനായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ത്രൂ ഔട്ട് എൻ്റെ കൂടെ ഒരു ലൊക്കേഷനിൽ ഇരിക്കാൻ പോണത്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നു കേട്ടോ, ഡയറക്ടറൊക്കെ വന്നു. എനിക്കങ്ങനെ കോസ്റ്റ്യൂം തന്നു, കാരണം ജസ്റ്റ് ഒന്ന് ലുക്ക് ടെസ്റ്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ചാനലിന് ഫോട്ടോ അയച്ച് അവരുടെ അപ്രൂവൽ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അപ്പോൾ എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ ആൻറ്റിയാണ് കേട്ടോ, അവിടെ ഒരു ആർട്ടിസ്റ്റിൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആൻറ്റിയാണ് എനിക്ക് സാരി കൊടുപ്പിച്ച് തന്നെ. എന്നിട്ട് കോസ്റ്റ്യൂമർ ചേട്ടനും ആൻറ്റിയും കൂടിയിട്ട് എനിക്ക് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് തരികയാണ്. അത്യാവശ്യം ഹെവി ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ, കാരണം ദേവി ക്യാരക്ടറാണ് ഞാൻ ഇതിൽ പ്ലേ ചെയ്യുന്നത്. ദേവി ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഹെവി മേക്കപ്പ് ആണ് കേട്ടോ വേണ്ടത്. പക്ഷെ എനിക്ക് ഈ മേക്കപ്പ് അലർജി ഉള്ളതുകൊണ്ട് തന്നെ കണ്ണു എഴുതി ലിപ്സ്റ്റിക് ഇട്ട് നമുക്കൊന്ന് നോക്കാം എന്ന രീതിയിൽ ഞാൻ മേക്കപ്പ് ചേട്ടനോട് പറഞ്ഞു. അങ്ങനെ നേരെ മേക്കപ്പ് റൂമിലേക്ക് ചെന്ന് ഈ ഡ്രസ്സ് കണ്ടപ്പോഴേ മനസ്സിലല്ലോ ഒരു യൂഷ്വൽ ദേവി അല്ല കേട്ടോ, കുറച്ച് വെറൈറ്റി ദേവിയാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും
പറഞ്ഞാൽ അവർക്കും വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു എന്ത് ചെയ്യണം എന്ന്. അപ്പോൾ കണ്ണ് എഴുതി മറ്റേ ചെറിയ കുട്ടികൾക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ കണ്ണ് എഴുതിയ മാതിരി ആയിപ്പോയി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ചിരിക്കണോ കരയണോ, വിഷ്ണു എന്നെ നോക്കി കളിയാക്കി ചിരിച്ചോണ്ടേ ഇരിക്കുകയായിരുന്നു. എൻ്റെ ഫുൾ മേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ അയച്ച് ചാനലിന് അയച്ചു കൊടുത്തിട്ട് അവർ അപ്രൂവൽ ആക്കിയാലും മാത്രമേ നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. രാവിലെ ആയിരുന്നു കേട്ടോ ഇതൊക്കെ നടക്കുന്നത്. വൈകുന്നേരം ഒക്കെ കഴിഞ്ഞ് ഡേ ലൈറ്റ് കഴിയുന്നതിന് മുന്നേ എന്തായാലും ഷൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതുവരെ ടൈമുണ്ട്, നമുക്ക് ഓരോ ലുക്ക് മാറ്റി മാറ്റി നോക്കാമെന്ന രീതിയിൽ നമ്മൾ ഓരോന്ന് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ഫേസിൽ മാത്രമല്ല കാലിലുണ്ട് കേട്ടോ പരിപാടികൾ. ഇത് എന്താ പറയണേന്ന് എനിക്കറിയില്ല കേട്ടോ. മറ്റേ ഡാൻസൊക്കെ കളിക്കുന്ന കുട്ടികളിലൊക്കെ ചെയ്യുന്ന പോലെ കയ്യിലില്ല, എന്തോ ഭാഗ്യമില്ല. കൈ ഉണ്ടായിരുന്നെങ്കിൽ എവിടെ കൊണ്ട് വെച്ചാലും ആ ഒരു കളറ് ആയേനെ. സോ എന്തോ ഒരു ഭാഗ്യത്തിന് കൈ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു ഫസ്റ്റ് ലുക്കിൻ്റെ പിക്ചർ എടുത്ത് ചാനലിന് അയച്ചിട്ട് അപ്രൂവലിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന സമയം ഞാനിങ്ങനെ എൻ്റെ അമ്മ ഇതവർ അപ്രൂവ് ചെയ്യുമോ ഇല്ലയോ ടക്ക് 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 എന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ ഇങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ദേവി ക്യാരക്ടറൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ നമിച്ചു കേട്ടോ. ഈ കിരീടമൊക്കെ വെച്ചിട്ട് എൻ്റെ അമ്മ എന്ത് മുടിഞ്ഞ വെയിറ്റാണെന്നറിയോ. പിന്നെ അത് മാത്രമല്ല, പണ്ട് ഞാനൊരു വെബ് സീരീസ് കാളിദാസ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ് സീരീസ് ചെയ്തപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നൊരു 3-4 ദിവസമേ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ ഏറ്റവും അവസാനത്തെ ദിവസമായിരുന്നു ദേവിയായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ അതിൽ മാത്രമായിരുന്നു കിരീടമൊക്കെ വെച്ചിട്ട്, അപ്പം അതും വളരെ ലിമിറ്റഡ് ടൈമായിരുന്നു കേട്ടോ. പക്ഷേ ഇതേപോലെ ഇത് കുറേ നേരമായിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് അയ്യോ എൻ്റെ അമ്മോ ഒരു ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. തലയൊക്കെ വേദന എടുത്തിട്ട് വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ചാനലിൽ നിന്ന് കുറച്ച് സജഷൻസ് തന്നു. ദാറ്റ് ഈസ് കണ്ണിൽ ഈ കണ്ണ് ഇത്ര വരയ്ക്കണ്ട, അതേപോലെ ഈ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം, അങ്ങനെ കുറച്ച് ഇതൊക്കെ വന്നു. ഇത്ര വെയിറ്റുള്ള കമ്മൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇടുന്നത്. അതുകൊണ്ട് തന്നെ കാത് നല്ല രീതിക്ക് വേദന എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് നേരം ശരി എന്തായാലും ഈ കോസ്റ്റ്യൂം അല്ലല്ലോ. അപ്പം അടുത്ത ഡ്രസ്സ് കൊണ്ടുവരാനായിട്ട് കോസ്റ്റ്യൂമർ ചേട്ടൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഏത് ഡ്രസ്സാണോ എന്തോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് അപ്രൂവൽ കിട്ടുമോ, അതിന് എനിക്ക് നല്ലതായിരിക്കുമോ. കണ്ണിൻ്റെ ആ ഒരു കണ്ണ് വരച്ചതൊന്ന് മാറ്റിയപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ബെറ്ററായി കേട്ടോ. ആ ലൊക്കേഷനിൽ ഒരു പൂച്ചക്കൂട്ടനുണ്ടായിരുന്നു. ഈ ഒരു വീട്ടിലെ പൂച്ചക്കെട്ട് വന്നിട്ട് അത്ര മനുഷ്യരെ അങ്ങനെ പേടിയുള്ള പൂച്ചയാണെന്ന് തോന്നില്ല. ബിക്കോസ് വിഷ്ണുവായിട്ട് വന്നപ്പോൾ തന്നെ അങ്ങ് ഭയങ്കരമായിട്ട് ഇതായി. വിഷ്ണു ഇങ്ങനെ തടവിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പൂച്ച ഇങ്ങനെ വാവ് എന്ന രീതിയിൽ അവിടെ കിടന്നൊക്കെ കൊടുത്തു. ഇതിനിടയ്ക്ക് സ്നാക്ക് ടൈം ആയപ്പോൾ എനിക്കൊന്നും 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇത് ലൈമും ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടുവരും കേട്ടോ സെറ്റിൽ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ 2 പേരും ലൈം കുടിക്കില്ല, പിന്നെ ബിസ്ക്കറ്റ് കഴിക്കുകയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്രീം ബിസ്ക്കറ്റ് മാത്രമേ ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് ഞാൻ ബിസ്ക്കറ്റ് കഴിച്ചില്ല. ആ ബിസ്ക്കറ്റ് എടുത്ത് നമ്മളേക്ക് പൂച്ചക്കൊട്ടിനെ കൊടുത്തു. പൂച്ചക്കൊട്ടിന് നല്ല രീതിക്ക് അതൊക്കെ കഴിച്ചു. പിന്നെ നമ്മളെ വിട്ട് പോയതേ ഇല്ല. അങ്ങനെ ഞങ്ങളെ ചുറ്റിപ്പറ്റി പിന്നെ കുറേ നേരം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ മുടിയൊക്കെ ഒന്ന് അമ്മച്ചിക്കെട്ടൊക്കെ കെട്ടി വെച്ചു. കാരണം മുടി കഴിച്ചിടുമ്പോഴത്തേക്ക് മുടിഞ്ഞ ചൂടായിരുന്നു. ഇറ്റ്സ് ബീൻ 4 to 5 hours ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ചില ദിവസങ്ങൾ ഇങ്ങനെയാണ് സെറ്റിൽ. സോ ഭയങ്കര കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. പക്ഷേ ദിസ് ഇസ് മൈ ഫസ്റ്റ് ഡേ. ഐ ഹാഡ് സോ മച്ച് പ്രിപ്പയർഡ്. ലൈക്ക് അത് ഇന്ന് എത്ര സീൻസ് എടുക്കും, എന്തൊക്കെ ഷോർട്ടായിരിക്കും എൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ ഇട്ട് എൻ്റെ തലയൊക്കെ തല മുറിഞ്ഞില്ല, വേദന എടുത്ത് ചത്ത്. കിരീടം ഭയങ്കര വേദനയാണ്, തലയൊക്കെ വേദന എടുത്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛനുണ്ടെ കളിയാക്കി. ഓ പിന്നെ ഈ കിരീടത്തിന് എന്ത് വേദന എന്ന് പറയാം, വേദന ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് നോക്കിയതാ. രാവിലെ വന്നൊരു ഫ്രഷ്നെസ് ഒക്കെ മാറി ഒരുമാതിരി ഡള്ളായി. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് പുതിയ കോസ്റ്റ്യൂം വന്നു കേട്ടോ. ഭരതനാട്യത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ആ കോസ്റ്റ്യൂം ആയിരുന്നു. ഈ ഒരു സൺഡേ ആയിരുന്നു കേട്ടോ എനിക്ക് ഷൂട്ട് വന്നിട്ട്. അപ്പോൾ കൂടുതലും ഇങ്ങനെ റെൻ്റൽ അങ്ങനത്തെ കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ കോസ്റ്റ്യൂം ചേട്ടൻ പോയി കണ്ടുപിടിച്ചുകൊണ്ട് വന്ന ഡ്രസ്സാണ്. ബട്ട് എനിക്കിത് തീരെ ഇഷ്ടമായില്ല. ചാനലും ഇതിനൊക്കെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ലായിരുന്നു. മലയാളത്തിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ, ഈ ഒരു ദേവി ക്യാരക്ടർ ഗോഡസ് ഓഫ് ഡെത്ത് ആണ് കേട്ടോ. അപ്പോൾ മൃത്യു ദേവി അങ്ങനെ ഒരു ക്യാരക്ടർ മലയാളത്തിൽ അധികാരം പ്ലേ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് കൂടുതൽ റെഫറൻസ് ഒന്നുമില്ല. ഇതായിരുന്നു കേട്ടോ ഫുൾ ലുക്ക് വന്നിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കൺഫ്യൂഷൻ വന്നത്. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ചൊന്ന് മുഖമൊക്കെ ഒന്ന് വാഷൊക്കെ ചെയ്തു. അപ്പോൾ ഇനി അടുത്ത ലുക്ക് നമുക്ക് ട്രൈ ചെയ്യാൻ കരുതി. അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഫ്രഷ് ലുക്കിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ലഞ്ച് ബ്രേക്കായി, ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഈ സീരിയൽ മെയിനായിട്ട് കുറച്ച് കൊച്ചു കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഈ കൊച്ചു കുട്ടികളിൽ ഒരാളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ആളെ വിഷൊക്കെ ചെയ്തു. അപ്പോൾ ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്ത ടൈമിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ നമ്മൾ ലുലുവിലേക്കാണ് കേട്ടോ പോയത് ഫസ്റ്റ്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നുകൊണ്ട് തന്നെ എൻട്രൻസ് കയറിയ പോലെ തന്നെ നമ്മൾ എക്സിറ്റിലേക്കാണ് പോയത്. പിന്നെ നമ്മൾ വഴിയിൽ KFC കണ്ടപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് കയറി. ഫുഡ് ഓർഡർ ചെയ്ത ടൈമിൽ തന്നെ കോൾ വന്നു, കോസ്റ്റ്യൂം റെഡി വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ്. സോ നമ്മൾ ഫുഡും പാഴ്സൽ മേടിച്ചിട്ട് കാറിലിരുന്ന് കഴിച്ചു. എന്നിട്ട് അവിടെ വന്ന് പെട്ടെന്ന് തന്നെ റെഡി ആയപ്പോഴത്തേക്കാണ് അടിപൊളി കോസ്റ്റ്യൂം സെറ്റായപ്പോഴാണ്
അപ്പോഴാണ് എനിക്കും ശരിക്കും പറഞ്ഞ ഒരു കോൺഫിഡൻസ് വന്നത്. അതുവരെ ഞാനും കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു, കുറച്ച് സ്ട്രെസ്ഡ് ഔട്ട് ആയിരുന്നു. അങ്ങനെ കൊലുസും കാര്യങ്ങളൊക്കെ പുതിയ കുറച്ച് സാധനങ്ങളും കൂടി ആഡ് ഓൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാനൽ. അപ്പോൾ അതും കൂടി എല്ലാം സെറ്റാക്കി. ഇതാണ് കേട്ടോ ഡയറക്ടറും, ഇതാണ് നമ്മുടെ ഫുൾ ക്രൂ വന്നിട്ട്. ദേ ഈ കൊച്ചു മിടുക്കനെ കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഏത് സീരിയലാണെന്ന്. അതെ, ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാളികപ്പുറം സീരിയലിലാണ് കേട്ടോ ഞാൻ പുതുതായിട്ട് മൃത്യുദേവിയായിട്ട് വരുന്നത്. ഇത്ര റെഡിയായി ഞാൻ പുറത്ത് പോയി നിന്നപ്പോഴാണ് ഓർത്തത്, അയ്യോ ടാറ്റു മാസ്ക് ചെയ്തില്ലല്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾ ടാറ്റു മാസ്ക് ചെയ്യാനായിട്ട് വീണ്ടും അകത്ത് വന്ന് അങ്ങനെ മേക്കപ്പ് ചേട്ടൻ എനിക്ക് അതൊക്കെ മാസ്ക് ചെയ്ത് തന്നു. കോസ്റ്റ്യൂം അടിപൊളിയാണെങ്കിൽ ഇത് ഉടുക്കുന്നത് നോർമൽ രീതിയിലല്ല കേട്ടോ, ചേല സെറ്റപ്പാണ്. അപ്പം 2 ആർട്ടിസ്റ്റ് ചേച്ചിമാരാണ് ഇത് ഉടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. എല്ലായിടത്തും പിന്നെ കുത്തി വെച്ചേക്കാണ് കേട്ടോ. ഞാൻ ഈ വ്ലോഗ് പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ആരെങ്കിലും മാളികപ്പുറം സീരിയലിൽ എൻ്റെ ഈ ഒരു പാർട്ട് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കേട്ടോ. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇത് ഞാൻ മിനി സ്ക്രീനിൽ പ്ലേ ചെയ്യുന്നത്. അധികം റീടേക്സ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞു. ഔട്ട്ഡോറിലായിരുന്നു കേട്ടോ ഷൂട്ടിംഗ് വന്നിട്ട്. ഔട്ട്ഡോർ ഇൻ ദ സെൻസ് വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിരുന്നു കേട്ടോ. പിന്നെ വീടിനകത്ത് കയറിയിട്ട് ചിലപ്പോൾ ഷോട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അകത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ ടൈമിൽ അവിടെ ഒരു ചാരുകസേര ഉണ്ടായിരുന്നു. ഞാൻ അതിലിങ്ങനെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേവിയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ ഫോൺ വെക്കാൻ പറ്റില്ലല്ലോ. പിന്നെ വിഷ്ണു ആണെങ്കിലും മോണിറ്ററിൻ്റെ അടുത്ത് വരത്തുമില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് നമ്മുടെ കാഷ്യർ പയ്യൻ അവനെ കൊണ്ടിട്ട് ഞാൻ വീഡിയോ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ ഫോണിലേക്ക് ഷെയർ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇതാണ് ഔട്ട് വന്നിട്ട്. എനിക്കറിയില്ല ഇതിൽ എത്രത്തോളം കട്ട് ചെയ്തിട്ട് കട്ട് ആ ഒരു രീതിയിലായിരിക്കും ഔട്ട് വരുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇതേപോലെ മോണിറ്ററിൽ എൻ്റെ ഫേസ് വന്നത്. എന്തോ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. ഹാപ്പി ടു ബി ബാക്ക് ഓൺ സെറ്റ്. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള സാൻഡ്ര മാഡത്തിൻ്റെ ക്യാരക്ടർ ഒരു മിക്സ്ഡ് ക്യാരക്ടറായിരുന്നു. പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ നെഗറ്റീവായിട്ടാണ് കേട്ടോ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 8-9 മാസം എനിക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ആക്ടിങ്ങിൽ വന്നതും നെഗറ്റീവ് ക്യാരക്ടർ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതേപോലുള്ളൊരു വെറൈറ്റി അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു പോസിറ്റീവ് ക്യാരക്ടറിന് വേണ്ടിയിട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ സീരിയലിൽ വേറെ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്ന കുട്ടികളാണ് കേട്ടോ. ഇതിൽ എതലിനെ അറിയായിരിക്കുമല്ലോ. ഞാൻ എതലുമായിട്ട് മുന്നേ ഏഷ്യാനെറ്റിൽ തന്നെ ദയ എന്ന് പറഞ്ഞൊരു വർക്കിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ വർക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞു കേട്ടോ. അകത്ത് അങ്ങനെ ഷോട്ടൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇതേ എത്ര പേരെ എന്നെ ഹെൽപ്പ് ചെയ്യാനുള്ളത്. ഇത്ര ഓർണമെൻറ്റ്സ് ഊരി വെച്ചപ്പോൾ എന്ത് സമാധാനമായിരുന്നു. എൻ്റെത് കഴിഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ഷൂട്ടിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പോയി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വന്ന് ഒന്ന് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യാമെന്ന് കരുതി. ഞാൻ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലൈക്ക് എങ്ങനെ ഉണ്ടായിരിക്കും, ലൊക്കേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ക്രൂ മെമ്പേഴ്സ് എങ്ങനെ ആയിരിക്കും, ടെക്നീഷ്യൻസ് എങ്ങനെ ആയിരിക്കും, ഡയറക്ടർ വഴക്ക് പറയോ ചീത്ത പറയോ, ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്ന് പിന്നെ കോസ്റ്റ്യൂമും സെറ്റ് ആകാഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ തിരിച്ച് പോയാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിഷ്ണുവിനോട് അതിനെപ്പറ്റി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വൺസ് കോസ്റ്റ്യൂമൊക്കെ സെറ്റായി എല്ലാം ഓക്കെ ആയപ്പോഴത്തേക്ക് ഞാനും വളരെ അറ്റ് ഈസ് ആയി. പിന്നെ അതേപോലെ തന്നെ ക്രൂ മെമ്പേഴ്സ് ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ. അതേപോലെ ഇതിനൊക്കെ കാട്ടിലും സപ്പോർട്ടീവ് ആയിരുന്നു ഇതിൻ്റെ പ്രൊഡ്യൂസറും. കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഫീമെയിൽ പ്രൊഡ്യൂസറിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നതും. സോ എനിക്ക് ഒത്തിരി സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ. എന്ത് അൺകംഫർട്ടബിൾ ആയിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ബാക്കി കാര്യങ്ങൾ എല്ലാത്തിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഒരുപാട് ഹാപ്പി. അങ്ങനെ തിരിച്ചു പോകാൻ നേരത്തെ നല്ല ട്രാഫിക് ഉള്ളതുകൊണ്ട് തന്നെ തൊട്ടടുത്താണ് കേട്ടോ എൻ്റെ സിസ്റ്ററിൻ്റെ ഫ്ലാറ്റ്. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് കയറാമെന്ന് കരുതി നേരെ അവിടെ പോയി കുട്ടികൾക്ക് മേടിച്ച് വെച്ചിരുന്ന ലഡ്ഡു ഒക്കെ ഞാൻ എടുത്തങ്ങോട്ട് അറിഞ്ഞ്. ഇതൊക്കെ കഴിഞ്ഞാൽ ഓർത്തെ കാലിലിട്ടിരിക്കുന്ന സംഭവം നമ്മൾ മായ്ച്ചു കളഞ്ഞില്ലല്ലോ എന്ന്. അങ്ങനെ നേരെ വാഷ്റൂമിലേക്ക് പോയി. പക്ഷേ ഒരു 60% പോയുള്ളൂ കേട്ടോ. 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഫുള്ള് പോയത് കാലിലെ. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അച്ഛൻ വീഡിയോ കോൾ ചെയ്തു കുട്ടികളൊക്കെ കാണാനായിട്ട്. എന്നിട്ട് ഞാനാണെങ്കിൽ അച്ഛനോട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിലെ അപ്പൂപ്പൻ്റെ കാര്യവും ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുക. ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ എന്ന് തൊട്ടേ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. എന്നാ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന ടൈമിൽ പറയണേന്നൊക്കെ പറഞ്ഞു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ലായിരുന്നു കേട്ടോ എന്നാണ് ടെലികാസ്റ്റ് ചെയ്യുന്നതെന്ന്. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നതിന് മുന്നേ എന്തായാലും ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം ഞാൻ ഈ വീഡിയോ ഇടുള്ളൂ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പിന്നെ ഇപ്പോൾ ട്രാഫിക് കുറഞ്ഞിട്ടുണ്ടാവും, നമുക്കിനിയിപ്പോൾ നാട്ടിലേക്ക് പോവാം, വീട്ടിലേക്ക് തിരിച്ചു വിടാം എന്ന രീതിയിൽ നമ്മൾ ഇറങ്ങി. അപ്പം അത്രേ ഉള്ളൂ. എൻ്റെ ഒരു പുതിയ ലൊക്കേഷനിലെ ഫസ്റ്റ് ഡേ ഇങ്ങനെ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായോ വീഡിയോ? അതിനൊക്കെ മുന്നേ സീരിയലിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ എപ്പിസോഡ്സ് എന്ന് പറയണം കേട്ടോ. അത് ഡെഫിനറ്റായിട്ട് നിങ്ങൾ പറയണേ. ഈ ഒരു വർക്കിൻ്റെ എൻക്വയറി കോൾ എനിക്ക് വന്ന സമയത്ത് എൻ്റെ കൂടെ അമ്മയും വിഷ്ണു ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇത് കേട്ടിട്ട് എൻ്റെ അടുത്ത് അപ്ലൈ പറയായിരുന്നു, നീ എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. കാളിദാസൻ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരു ദിവസത്തെ ഷൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദേവിയായിട്ട്, അല്ലാതെങ്കിൽ ഒരു നോർമൽ ഹ്യൂമൻ ആയിട്ട് തന്നെ ആയിരുന്നു. അപ്പോൾ
ആ ഒരു സീരീസിലെ ദേവിയായിട്ട് കണ്ടപ്പോൾ തൊട്ട് എൻ്റെ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു എന്ന് ഞാൻ ദേവിയായിട്ട് ഏതെങ്കിലും ഒരു വർക്ക് നല്ലൊരു വർക്ക് ചെയ്യണമെന്ന്. അപ്പോഴാണ് ഇങ്ങനൊരു ഓഫർ വന്നതും അപ്പോൾ എന്നെ അമ്മ ഓക്കെ പറയണം എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിലാണ് കേട്ടോ ഞാൻ ഓക്കെ പറഞ്ഞത്. പിന്നെ ഞാൻ എവിടെ പോകണം എന്ന് പറഞ്ഞാലും ഏത് വർക്ക് ജോയിൻ ചെയ്യണം എന്തെന്ന് പറഞ്ഞാലും എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പാർട്ട്ണർ അതാണ് വിഷ്ണു എന്നെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഈ ഒരു ഇയർ ബ്രേക്ക് എടുക്കാം, അടുത്ത വർഷം നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടുവാണെങ്കിൽ മാത്രം വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്കിന് പോകാമെന്ന് കരുതിയിരുന്ന ആളാണ് കേട്ടോ ഞാൻ. കറക്റ്റ് ഈ ഇയർ എൻഡ് ആവുന്നതിന് മുന്നേ ഡിസംബറിൽ തന്നെ എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. വീണ്ടും ഏഷ്യാനെറ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി, അരവണ വയ്ക്കാൻ പറ്റി. എന്തുകൊണ്ടും ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. ഈ ഒരു ഇയർ എൻഡ് ആവുന്ന ടൈമിൽ എനിക്ക് ഈ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു. ആൻഡ് ഇനിയും ഇതേപോലെ ഒരുപാട് ന്യൂസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഹോപ്പ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഹാപ്പി ന്യൂ ഇയർ ഗൈസ്, ബൈ.